ഹരേ കൃഷ്ണ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നാമജപത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന അജാമിലിന്റെ കഥ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവാണ് അജാമിലൻ. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പത്നിയും പുത്രന്മാരും എല്ലാവരും വളരെ വലിയ വിഷ്ണു ഭക്തരാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ വനത്തിലേക്ക് അയക്കുകയാണ്. എന്തിനാണ്? കുറച്ചധികം പൂജാ സാമഗ്രികൾ ശേഖരിക്കാനാണ് അദ്ദേഹത്തെ വനത്തിലേക്ക് പറഞ്ഞുവിടുന്നത്. അങ്ങനെ ഇത്തരം സാമഗ്രികൾ ശേഖരിക്കാനായിട്ട് വനത്തിലെത്തുന്ന അജാമിലൻ ഒരു വളരെ വലിയ കാഴ്ച കാണുകയാണ്. ഒരു മരത്തിന്റെ പിന്നാലെ നിന്ന് ഒരു വ്യക്തി ഒരു സ്ത്രീയുമായിട്ട് വളരെ വലിയ രീതിയിലുള്ള ശൃംഗാരങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് അജാമിലൻ കാണുന്നത്. അജാമിലന്റെ ഉള്ളിലെ കാമബോധം ഉണർന്ന് ആ കാഴ്ചയിലേക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ചെലുത്തി വിടുകയാണ്. അദ്ദേഹത്തിന്റെ ഉൾമനസ്സ് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാഴ്ചകളിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും ഏർപ്പെടരുത് എന്ന അദ്ദേഹത്തിന്റെ ഉൾമനസ്സ് അദ്ദേഹത്തിനോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം വീണ്ടും വീണ്ടും ആ കാഴ്ചകൾ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ തിരികെ പൂജാ സാമഗ്രികളായി വീട്ടിലെത്താൻ അജാമിലൻ വളരെയധികം വൈകിയിട്ടുണ്ടായിരുന്നു. ആ ദിവസം പൂജകളിൽ പോലും അജാമിലിന്റെ ശ്രദ്ധ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം അജാമിലൻ വീണ്ടും വനത്തിലേക്ക് പോവുകയാണ്. ആ സ്ത്രീയെ കാണാനും ആ സ്ത്രീയുമായി ബന്ധം സ്ഥാപിക്കാനുമായിരുന്നു അജാമിലൻ വനത്തിലെത്തിയത്. അത് അദ്ദേഹം മനസ്സിൽ കരുതിയ പോലെ തന്നെ അതേ സ്ഥലത്ത് ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരം രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ സ്ത്രീ വളരെ വലിയൊരു തുകയാണ് അജാമിലിന്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പലതവണ ഈ സ്ത്രീയെ സമീപിക്കുമ്പോഴും അജാമിലൻ വളരെ വലിയ വലിയ തുകകൾ നൽകിയിട്ടാണ് ആ സ്ത്രീയെ സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം അജാമിലൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മുഴുവൻ ഉപേക്ഷിച്ച് ഈ സ്ത്രീയുമായി സമ്പർക്കവും ഈ സ്ത്രീയുമായി താമസവും തുടങ്ങാൻ ആരംഭിച്ചു. അങ്ങനെ ഈ സ്ത്രീയോടൊത്ത് താമസം ആരംഭിക്കുന്ന അജാമിലന് ഒരുപാടധികം കുട്ടികൾ ഉണ്ടാവുകയാണ്. അങ്ങനെ വാർദ്ധക്യത്തിന്റെ സമയത്ത് അജാമിലന്റെ അവസാനത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് അജാമിലൻ നാരായണൻ എന്ന നാമകരണവും ചെയ്തു. തന്റെ അവസാനത്തെ പുത്രനോട് അജാമിലന് വളരെ വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നാരായണന്റെ നാമം തന്നെ ഉച്ചരിച്ചുകൊണ്ടിരിക്കും. അതായത് എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് നാരായണൻ സമീപത്ത് തന്നെ വേണമായിരുന്നു. അങ്ങനെ അജാമിലൻ അദ്ദേഹത്തിന്റെ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് അങ്ങനെ മുഴുവനായിട്ട് കട്ടിലിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരു ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കാലപുരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാലകിങ്കരന്മാര്, അതായത് യമകിങ്കരന്മാര് ഭൂമിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന ആ സമയത്ത് വൈകുണ്ഠത്തിൽ നിന്ന് വിഷ്ണുദൂതന്മാർ വന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഭൂമിയിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വപ്നത്തിലൂടെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന അജാമിലൻ വിഷ്ണുദൂതന്മാരോടായിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്റെ ആത്മാവിനെ ഭൂമിയിൽ തന്നെ നിലനിർത്തുന്നത് എന്ന്. അങ്ങനെ വിഷ്ണുദൂതന്മാര് അദ്ദേഹത്തിനോടായിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ പുത്രനെ വിളിക്കുന്ന രീതിയിൽ തന്നെ അനേകം തവണ നാരായണ നാമം അങ്ങ് ഉച്ചരിച്ചു കഴിഞ്ഞു. മാത്രമല്ല അങ്ങയുടെ ഈ ജീവിതത്തിന്റെ ഒരു കാലഘട്ടം അങ്ങ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ പുണ്യകർമ്മങ്ങൾ അങ്ങേക്ക് ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് അനുഭവിക്കാനായിട്ട്. അത് അനുഭവിക്കാൻ അങ്ങ് ഭൂമിയിൽ തന്നെ നിൽക്കണം എന്നതാണ് വിഷ്ണുദൂതന്മാര് അജാമിലനോടായിട്ട് പറയുന്നത്. അപ്പൊ അവരുടെ വാക്കുകൾ കേൾക്കുന്ന അജാമിലൻ കരുതുകയാണ്, അറിയാതെ ഭഗവാന്റെ നാമം സ്മരിച്ചപ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ഉച്ചരിച്ചപ്പോൾ ഇത്രയും വലിയ പുണ്യം എനിക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ അറിഞ്ഞ് ഞാൻ ഭഗവാനെ വിളിച്ചാൽ, മനസ്സർപ്പിച്ച് ഞാൻ ഭഗവാനെ വിളിച്ചാൽ എത്ര വലിയ പുണ്യം ലഭിക്കും എന്നുള്ള ചിന്ത അജാമിലിന്റെ മനസ്സിൽ വളരെ ശക്തമായി തന്നെ വന്നു തുടങ്ങി. അന്ന് തൊട്ട് അജാമിലൻ ഭഗവത് നാമ സങ്കീർത്തനത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഏർപ്പെട്ടു. അങ്ങനെ ക്രമേണ അജാമിലിന്റെ ആ ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആരോടും പറയാതെ അജാമിലൻ വീട് വിട്ടിറങ്ങി ഹരിദ്വാറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ ഹരിദ്വാറിൽ അദ്ദേഹം വളരെ വലിയ രീതിയിലുള്ള ഭഗവാന്റെ നാമ സങ്കീർത്തനങ്ങൾ ആലപിച്ചും അത് മാത്രമല്ല ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിച്ചും അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഭഗവാന് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സ്നാനം കഴിഞ്ഞ് അദ്ദേഹം ആ കൽപ്പടവുകൾ കയറി വരുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മോഹാലസ്യം വരികയാണ്, ബോധക്ഷയം വരികയാണ്. അദ്ദേഹം ആ പടവുകളിൽ വീണ് കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ ആ ഒരു സ്വർണ്ണ രഥത്തിലേറി വന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൈപിടിച്ച് ഉയർത്തി അദ്ദേഹത്തിന്റെ രഥത്തിൽ കയറ്റി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവാണ്. വൈകുണ്ഠത്തിലെത്തുന്ന അജാമിലൻ കാണുന്നത് തന്റെ മാതാപിതാക്കളെയും പത്നിയെയുമാണ് കാണുന്നത്. അങ്ങനെ ശിഷ്ടകാലം അജാമിലിന്റെ ആത്മാവ് ഭഗവാന്റെ ആ ഒരു പാദത്തിൽ തന്നെ ലയിച്ചു ചേർന്നു. ഇതാണ് അജാമിലിന്റെ കഥ. അപ്പൊ ഏവർക്കും അജാമിലിന്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമജപത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കും. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.